ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 4 ബാറ്ററി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന LS5000 എന്ന് പറഞ്ഞ മോഡലിലുള്ള ഒരു സോളാർ ഇൻവെർട്ടറിൻ്റെ വീഡിയോ ആണ്. നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൽ കണ്ടിന്യൂ ആയിട്ട് ഒരു 2000 വാട്ട്സൊക്കെ നമുക്കിതിനകത്ത് ലോഡ് കൊടുക്കാൻ പറ്റും. മാക്സിമം നമുക്കൊരു 3800 വാട്ട്സ് വരെയൊക്കെ നമുക്കൊരു സർജ് ലോഡ് കൊടുക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ മാക്സിമം ലോഡ് കൊടുക്കാൻ പറ്റും. സേഫ് റണ്ണിങ് ആയിട്ടുള്ള ലോഡ് എന്ന് പറയുന്നത് 2000 വാട്ട്സാണ്. അതുപോലെ തന്നെ 2 വ്യത്യസ്ത തരത്തിലുള്ള ചാർജിങ് ഓൺ ഓഫ് ഇതിനുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഇൻവെർട്ടർ തന്നെയാണ്. അപ്പോൾ ഒരു വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഫുൾ ഡീറ്റെയിൽസും പറയാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് MPPT ഒക്കെ വെച്ചിട്ട് നമുക്ക് സോളാർ ഇൻവെർട്ടർ ആക്കുകയും ചെയ്യാം. അത്തരത്തിലുള്ളൊരു ഇൻവെർട്ടറിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കെഷിൽ ജോയി, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, 48 വോൾട്ട് ഒരു സോളാർ ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു വീൽ ടൈപ്പ് കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെവി ഒരു ഇൻവെർട്ടർ ആയതുകൊണ്ട് നമുക്ക് പൊക്കിക്കൊണ്ടുപോകൽ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇതിന് വീൽ വെച്ചേക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ ഒരു ഇൻവെർട്ടറിന് സാധാരണ ഇൻവെർട്ടറായിട്ട് ഇതിൻ്റെ ചാർജിങ്ങിലും ഒക്കെ വളരെ പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു 48 വോൾട്ട് ഇൻവെർട്ടർ വന്നത്. നമുക്കിതിൻ്റെ ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും LS5000C. അത് കോപ്പറാണ്, 48 വോൾട്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇൻവെർട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇങ്ങനൊരു മോഡലിലാണ് നമ്മളുടെ ഒരു സോളാർ ഇൻവെർട്ടർ വന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 3 സ്വിച്ചുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഇൻവെർട്ടർ ഓണോ ഓഫ് ആക്കാനുള്ള സ്വിച്ച്, അതുപോലെ ഇൻവെർട്ടർ മോഡ് UPS മോഡ് ആക്കാനുള്ള സ്വിച്ച്. അതുപോലെ തന്നെ നമുക്കിത് സോളാർ മോഡിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളാർ വന്ന് നമുക്ക് സോളാറിൽ നിന്ന് ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളാറിൽ ലൈവായിട്ട് പ്രവർത്തിപ്പിക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡിലേക്കുള്ള ചാർജിങ്ങിൻ്റെ ഇത് ഓണ് ഓഫും ചെയ്യാനും പറ്റും. ഇത്തരം സംഭവങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഓരോ LED ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. മെയിൻസ് വരുമ്പോഴും അതുപോലെ ചാർജർ ഓൺ ആകുമ്പോഴും സിസ്റ്റം ഓൺ ആകുമ്പോഴും ബാറ്ററി ലോ ആകുമ്പോഴും ഒക്കെ. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഓവർലോഡ്, സോളാർ മോഡ്, UPS മോഡ്, ഇത്രയും 3-4 ലൈറ്റ് ഇൻഡിക്കേഷൻ ലൈറ്റുകളും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയുമായിട്ട് 2 കൂളിംഗ് ഫാനുണ്ട്. ഇത് വെറുതെ ഒന്നും എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കില്ല. തെർമൽ മാനേജ്മെൻറ്റ് കൂളിംഗ് ഫാനാണ്. ടെമ്പറേച്ചർ അധികമായ മാത്രമേ ഈ ഒരു കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഫേസ് ന്യൂട്രലി ഔട്ട്പുട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഹെവി കണക്ടർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള പോസിറ്റീവ് നെഗറ്റീവും ടെർമിനലും 48 വോൾട്ട് ആയ കാരണം നമുക്കിതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവും ജമ്പ് ചെയ്യാനുള്ള ജമ്പറുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ചാർജർ, അതായത് ഇതിൻ്റെ ട്രാൻസ്ഫോമറിലെ ചാർജിങ് ഓണ് ഓഫ് ചെയ്യാനുള്ള ഒരു ബ്രേക്കർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് ഒന്നും വോൾട്ടേജ് കയറി കിടക്കുകയുമില്ല. അങ്ങനെ ഒരു കറണ്ട് നഷ്ടം ഒന്നും ഉണ്ടാകുമില്ല. അതൊക്കെ തന്നെയാണ് ഈ ഒരു 48 വോൾട്ട് ഹെവി ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതൊരു ഫുൾ കോപ്പർ സോളാർ ഇൻവെർട്ടറാണിത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലത്തെ ബോർഡും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും റിലേയും അതിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ മൊഡ്യൂളാണ്, ഡിസ്പ്ലേ മൊഡ്യൂളാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കാണുന്ന ഒരു ഭാഗത്തിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വന്ന ഒരു ഭാഗമാണ്. അതുപോലെ ട്രാൻസ്ഫോമറും റിലേൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണ ഒരു സെക്ഷനാണ്. കാര്യങ്ങൾ MOV, അതുപോലെ ICകൾ, കാര്യങ്ങൾ, ബസറുകൾ, എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇൻവെർട്ടറിൻ്റെ ബോർഡ്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 മോസ്ഫെറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഈ ഇൻവെർട്ടറിൻ്റെ അപ്പുറത്തെ ഭാഗത്തുണ്ട് അതുപോലെ 10 മോസ്ഫെറ്റ്. ഇതിൻ്റെ ആ ഒരു കൂളിംഗ് ഫാനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത ഒരു കൂളിംഗ് ഫാനാണ് ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ ബ്രേക്കറാണ്, നമ്മൾ ഈ ഭാഗത്ത് കണ്ട ബ്രേക്കറാണ് ഈ കാണുന്നത്. ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിങ്ങോട്ട് തിരിച്ചിൻ്റെ ഇപ്പുറ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട്
നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ ഭാഗത്തായിട്ടും 1 2 3 4 5 6 7 8 9 10 മോസ്ഫെറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തെർമിസ്റ്ററും സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ കോറൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടഡ് കോറുകളാണ്. നമ്മളിത് കൈ കൊണ്ടൊന്നുമല്ല ചെയ്തേക്കണത്, മിഷ്യത്തിലാണ് ഇത് ഫുള്ള് ചെയ്തേക്കണത്. അതുപോലെ തന്നെ ഇത് ഇവിടെ കറുത്ത പെയിൻറ്റുകളോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു കളർ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുത്ത പെയിൻ്റ് അടിച്ച് കുറേ ട്രാൻസ്ഫോമറുകളൊക്കെ നിലവിൽ മാർക്കറ്റിൽ ഇൻവെർട്ടറിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു സ്ക്രാപ്പ് ആവാം. നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ മാത്രം വെയിറ്റ് വന്നത് 9 കിലോ 90 ഗ്രാം, ഏകദേശം 10 കിലോ അടുത്തോളം ഈ ഒരു ട്രാൻസ്ഫോമർ മാത്രം വെയിറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലായത് ഇതൊരു 48 വോട്ടിൽ വർക്ക് ചെയ്യണ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു ഇൻവെർട്ടറാണ് നമുക്ക് മനസ്സിലായി. ഈ ഒരു ഇൻവെർട്ടർ നമുക്ക് സോളാർ ഇൻവെർട്ടറാക്കി MPPT വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് കാണുമ്പോൾ മനസ്സിലാവാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻവെർട്ടർ അത്യാവശ്യം ഉണ്ടെങ്കിൽ, അത്യാവശ്യം വലിപ്പമുള്ള കാരണം നിങ്ങൾക്ക് ഇത് ക്യാഷ് ഓൺ ഡെലിവറി തന്നെ നമ്മൾ മിക്ക സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അകലേക്ക് ആണെങ്കിൽ നമുക്കിത് കൊറിയറിൽ അയക്കാനായിട്ട് സാധിക്കും. ഇന്ന് ആണ് അയക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ന് 5 മണിക്ക് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടുകയാണെങ്കിൽ നമുക്കത് പിറ്റേ ദിവസം രാവിലെ തന്നെ, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു 11:30-12 മണിക്ക് തന്നെ നിങ്ങളുടെ മിക്ക സ്ഥലത്തേക്കും ഡെലിവറി എത്തുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വിലയും മറ്റും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ ഈ നമ്പറിൽ കോൾ ചെയ്താലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. വാട്സാപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് പിക്ചറും അതുപോലെ തന്നെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എല്ലാനും അയച്ചു തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ആ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന ആ ചുവന്ന നക്ഷത്രത്തിൽ കാണുന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.